90 സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്കൊരാളെ ഇംപ്രസ് ചെയ്യാൻ കഴിയും. നിക്കോളാസ് ബൂത്ത്മാൻ എന്ന ഓഥർ ഹ്യൂമൻ ഇൻ്ററാക്ഷൻസിനെ പറ്റി വർഷങ്ങൾ നടത്തിയ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ഹൗ ടു മേക്ക് പീപ്പിൾ ലൈക്ക് യു ഇൻ 90 സെക്കൻഡ്സ് ഓർ ലെസ്. വർഷങ്ങളുടെ ഗവേഷണങ്ങൾക്ക് ശേഷം അദ്ദേഹം കണ്ടെത്തിയത് ഒരാൾക്ക് ഒരാളെ ഇഷ്ടപ്പെടാൻ ആഴ്ചകളോ മാസങ്ങളോ വർഷങ്ങളോ വേണ്ട എന്നാണ്. ഓൾമോസ്റ്റ് ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് തന്നെ അത് സംഭവിക്കും എന്ന് അദ്ദേഹം പറയുന്നു. അതിനായി അദ്ദേഹം പറയുന്ന കുറേ തന്ത്രങ്ങളാണ് ഈ പുസ്തകത്തിൽ. ഇതിൻ്റെ ആദ്യ ഭാഗം ഫസ്റ്റ് ഇംപ്രഷൻസ് ആൻഡ് ബിൽഡിംഗ് റാപ്പോ എന്നാണ്. ആൾക്കാർക്ക് വെറും 90 സെക്കൻഡ് കൊണ്ട് നിങ്ങളെ ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കാൻ പറ്റും. ചില സമയങ്ങളിൽ അത് 4 സെക്കൻഡിൽ വരെ സംഭവിക്കും. അതുകൊണ്ടാണ് മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ എങ്ങനെ നിങ്ങളെ അവതരിപ്പിക്കുന്നു എന്നത് പ്രധാനം. ആദ്യമായി വേണ്ടത് ഒരു നല്ല ഫസ്റ്റ് ഇംപ്രഷൻ ഉണ്ടാക്കുക എന്നതാണ്. അതിന് അദ്ദേഹം 5 ടിപ്സ് പറയുന്നുണ്ട്. ആദ്യത്തേത് വളരെ നാച്ചുറലായ വളരെ ജെന്യൂനായ സ്മൈൽ ഉണ്ടായിരിക്കുക എന്നതാണ്. എന്നാൽ ഫേക്ക് ആയിട്ടുള്ള സ്മൈൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാകും. അതുകൊണ്ട് ജെന്യൂനായിട്ടുള്ള ഒരു സ്മൈലിൽ തന്നെ ഫസ്റ്റ് ഇംപ്രഷൻ നന്നായിരിക്കും. അടുത്തതായി അദ്ദേഹം പറയുന്നത് ഐ കോണ്ടാക്ട് ഉണ്ടാക്കുക എന്നതാണ്. വളരെ രൂക്ഷമായി തുറിച്ചു നോക്കലല്ല ഐ കോണ്ടാക്ട്. വളരെ സൗമ്യമായ രീതിയിൽ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണ് എന്ന രീതിയിൽ വേണം. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബോഡി ലാംഗ്വേജ്. വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു ബോഡി ലാംഗ്വേജ് ആണെങ്കിൽ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഉണ്ടാക്കാൻ അത് നന്നായിരിക്കും. കൈകൾ കെട്ടി വളരെ സ്റ്റിഫായിട്ട് നിൽക്കുകയാണെങ്കിൽ അതൊരു നല്ല ഇംപ്രഷൻ അല്ല സൃഷ്ടിക്കുന്നത്. വളരെ റിലാക്സ്ഡ് ആയിട്ട് എന്നാൽ അറ്റൻറ്റീവ് ആയിട്ടുള്ള ഒരു പോസ്റ്ററിൽ വേണം നിങ്ങൾ നിൽക്കാൻ. അടുത്തതായി അദ്ദേഹം പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് മാച്ച് ദ മൂഡ്. നമ്മൾ സംസാരിക്കുന്ന വ്യക്തി വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് കാണപ്പെടുന്നതെങ്കിൽ നമ്മളും അതേ മൂഡിൽ തന്നെ ആയിരിക്കണം. എന്നാൽ അവർ ശാന്തശീലരും ഇൻട്രോവേർട്ടഡും ആയിട്ടുള്ള മൂഡിലാണെങ്കിൽ നമ്മൾ ആ എനർജിയും സ്വീകരിക്കണം. ഇങ്ങനെ എനർജി മാച്ച് ചെയ്യുന്നതോടെ അവരുമായി കണക്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. അടുത്തായി ബി പ്രസൻറ്റ് എന്ന പോയിന്റാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ ഫോൺ ചെക്ക് ചെയ്യുന്ന ആളാണോ എങ്കിൽ അത് മോശം ഇംപ്രഷനാണ്. നമ്മൾ ഫുള്ളി കമ്മിറ്റഡ് ആണോ എന്നുള്ളത് അവർ പെട്ടെന്ന് ശ്രദ്ധിക്കും. ഇത്രയും ശ്രദ്ധിച്ചാൽ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയും. ആ ഫസ്റ്റ് ഇംപ്രഷന് ശേഷം പിന്നെ ചെയ്യേണ്ടത് ഒരു റാപ്പോ ഉണ്ടാക്കുക എന്നതാണ്. നമ്മൾ ഒരാളുമായി സംസാരിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു തരം കണക്ഷനാണ് റാപ്പോ. ഇത് നാച്ചുറലായാണ് നോർമലി സംഭവിക്കാറ്. എന്നാൽ ബൂത്ത്മാൻ ഈ പുസ്തകത്തിൽ പറയുന്നത് നമുക്ക് ഈ റാപ്പോ ഉണ്ടാക്കിയെടുക്കാം എന്നാണ്. അതിന് അദ്ദേഹം 3 വഴികൾ പറയുന്നുണ്ട്. ആദ്യത്തേത് ആറ്റിറ്റ്യൂഡാണ്. നമ്മുടെ ആറ്റിറ്റ്യൂഡ് അവർ കോപ്പി ചെയ്യാൻ ശ്രമിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മളൊരു പോസിറ്റീവ് മൈൻഡഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ അവർ അത് കോപ്പി ചെയ്യാൻ ശ്രമിക്കും. അതിനുശേഷം സിങ്ക്രണൈസേഷനാണ്. ഇതെന്താണെന്ന് വെച്ചാൽ വളരെ സറ്റിലായിട്ട് നമ്മൾ സംസാരിക്കുന്ന ആൾ നമ്മുടെ ബോഡി ലാംഗ്വേജ്, സ്പീച്ച് പാറ്റേൺ, നമ്മുടെ സംസാരത്തിൻ്റെ ടോൺ എന്നിവ അനുകരിക്കാൻ ശ്രമിക്കും. അതിനുശേഷം കോമൺ ഗ്രൗണ്ട്സ് കണ്ടുപിടിക്കുക എന്നതാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും പൊതുവായി എന്താണ് സംസാരിക്കാനുള്ളത്, നിങ്ങൾ എന്ത് ഇൻട്രസ്റ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപോലത്തെ വാല്യൂസ് അഥവാ എക്സ്പീരിയൻസസ് ഉണ്ടാകും. ഇങ്ങനെ ഒരു കോമൺ ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് ഒരു റാപ്പോ ഉണ്ടാക്കാൻ സാധിക്കും. സംസാരിക്കുമ്പോൾ കൂടുതലും ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണോ എന്ന് ചോദിക്കരുത്. കാരണം അതിന് യെസ് ഓർ നോ ഉത്തരം പറയാൻ സാധിക്കും. പകരം നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാം, നിങ്ങൾ ട്രാവൽ ചെയ്തതിൽ വെച്ച് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ്? ഇത് കൂടുതൽ നാച്ചുറൽ കോൺവെർസേഷൻസ് ഉണ്ടാക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നതിന് പകരം നിങ്ങൾ എന്താണ് നിങ്ങളുടെ ജോലിയിൽ കൂടുതൽ എൻജോയ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ കോൺവെർസേഷൻ സാധ്യമാകും. അവരുടെ സംസാരത്തിൽ നിന്ന് നമ്മൾ ക്ലൂകൾ കണ്ടുപിടിക്കണം. ഉദാഹരണത്തിന്, അവർ എന്തെങ്കിലും ഹോബിയെപ്പറ്റി സംസാരിക്കുകയാണെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ ചോദിക്കാൻ ശ്രമിക്കുക. അവർ അവരുടെ ജോലിയെപ്പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്കതിനായി എന്തെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് അതിനെപ്പറ്റി സംസാരിക്കുക. അടുത്ത ടിപ്പ് ഇദ്ദേഹം പറയുന്നത് യൂസ് മീ ടു മൂവ്മെൻറ്റ്സ് എന്നാണ്. എന്താണ് മീ ടു? അതായത് അവർക്ക് ചൈനീസ് ഫുഡ് ഇഷ്ടമാണ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം മീ ടു. ഇങ്ങനെ സംസാരത്തിൽ നിന്ന് ഇതുപോലുള്ള മൊമെന്റ്സ് കണ്ടുപിടിക്കുക. ബൂത്ത്മാൻ ഈ പുസ്തകത്തിൽ പറയുന്നത് 55% ആശയവിനിമയം നടക്കുന്നത് ബോഡി ലാംഗ്വേജിലാണ്. 38% വരുന്നത് നിങ്ങളുടെ ശബ്ദത്തിൻ്റെ ടോണിലാണ്. ബാക്കി 7% മാത്രമേ നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകളിൽ നിന്ന് വരുന്നുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ എന്താണ് പറയുന്നത് എന്നതിനേക്കാൾ നിങ്ങൾ എങ്ങനെയാണ് അത് പറയുന്നത് എന്നതാണ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് നിങ്ങളുടെ ശബ്ദം എങ്ങനെ ഇഫക്റ്റീവായി ഉപയോഗിക്കാം എന്ന് നോക്കാം. ആദ്യമായി നിങ്ങളുടെ ടോണിൽ മോഡുലേഷൻസ് കൊണ്ടുവരിക എന്നതാണ്. ഒരു മോണോടോൺ ആയിട്ടുള്ള വോയിസ്, അതായത് ഒരു മോഡുലേഷൻസ് കൊണ്ടുവരാത്ത വോയിസ് വളരെ ബോറിംഗ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മുടെ ശബ്ദത്തിൽ ഒരു എന്തൂസിയാസം അല്ലെങ്കിൽ ഒരു ക്യൂരിയോസിറ്റി കൊണ്ടുവരണം. അതുപോലെ തന്നെ വളരെ സ്പീഡിൽ സംസാരിക്കാനും പാടില്ല. നമ്മളൊരു മോഡറേറ്റ് സ്പീഡിൽ വേണം സംസാരിക്കാൻ. എന്നാൽ വളരെ സ്ലോ ആയി സംസാരിക്കുകയാണെങ്കിൽ അവർക്ക് നിങ്ങളിലുള്ള ഇൻട്രസ്റ്റ് പോകും എന്ന് പറയുന്നു.
ഇതുപോലെ തന്നെ വളരെ എഫക്റ്റീവായി ഉപയോഗിക്കേണ്ട മറ്റൊരു ടാക്റ്റിക്കാണ് പോസിംഗ്. അതായത് നിങ്ങൾ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയുന്നതിന് തൊട്ട് മുമ്പ് ഒരു 1-2 സെക്കൻഡ് പോസ് ചെയ്യുക. ഇത് അവരിലുള്ള ഒരു ആകാംക്ഷ വളർത്താൻ സഹായിക്കും. അതുപോലെ തന്നെ നിങ്ങൾ സംസാരിച്ച് അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളുടെ വോയിസ് ചെറുതായിട്ടൊന്ന് കുറയ്ക്കുക. ഇത് നിങ്ങളിലെ കോൺഫിഡൻസ് ആണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ശബ്ദം റെക്കോർഡ് ചെയ്ത് ഇത് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഐ കോണ്ടാക്ട് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹാൻഡ് ഷേക്ക്. ഒരു ചെറു പുഞ്ചിരിയോടെ ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്തുകൊണ്ട് വളരെ ബലപ്രദമല്ലാത്ത ഒരു നോർമൽ ഹാൻഡ് ഷേക്ക്. നിങ്ങൾക്ക് ഈ ഹാൻഡ് ഷേക്ക് നിങ്ങളുടെ സുഹൃത്തുമായി പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അടുത്തതായി ബൂത്ത്മാൻ പറയുന്നത് വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു സ്കില്ലിനെ പറ്റിയാണ്. അത് ലിസണിംഗ് ആണ്. ഭൂരിഭാഗം ആൾക്കാരും അവർ സ്വയം നല്ല ലിസണേഴ്സ് ആണ് എന്നാണ് വിചാരിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. അവർക്ക് സംസാരിക്കാനുള്ള ഊഴത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് മാത്രമാണ്. അദ്ദേഹം ഈ പുസ്തകത്തിൽ 3 ലെവൽസ് ഓഫ് ലിസണിങ്ങിനെ പറ്റി പറയുന്നുണ്ട്. ആദ്യത്തേത് പാസീവ് ലിസണിങ്. അതായത് പറയുന്ന വാക്കുകളെല്ലാം അവർ കേൾക്കുന്നുണ്ടാകും, എന്നാൽ അവരുടെ മനസ്സ് മറ്റെവിടെയെങ്കിലും ആയിരിക്കും. അടുത്തത് ആക്റ്റീവ് ലിസണിങ്. ഒരാൾ സംസാരിക്കുമ്പോൾ അയാളുമായി എൻഗേജ് ചെയ്തുകൊണ്ട് തല ആട്ടുക, ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്യുക, പിന്നെ റെസ്പോണ്ട് ചെയ്യുക. ഇതാണ് ആക്റ്റീവ് ലിസണിങ്. അടുത്തത് എംപത്തറ്റിക് ലിസണിങ് ആണ്. അവർ നിങ്ങളുടെ വാക്കുകൾ വെറുതെ ശ്രദ്ധിക്കുന്നതല്ല, അവർ അതിന് പിന്നിലുള്ള ഇമോഷൻസ്, ഡീപ്പായിട്ടുള്ള മീനിങ് എന്നിവ ശ്രദ്ധിക്കുന്നു. അവരുടെ ഫീലിങ്സ് ശരിക്കും മനസ്സിലാക്കുന്നു. അവർ മനസ്സിലാക്കിയ കാര്യം എന്നിട്ട് അവരുമായി ഷെയർ ചെയ്യുകയും ചെയ്യുന്നു. ജെന്യുവനായിട്ടുള്ള കോംപ്ലിമെന്റ്സ് കൊടുക്കുക എന്നത് ഏത് ബന്ധവും വളരാൻ സഹായിക്കും. കോംപ്ലിമെന്റ്സ് കൊടുക്കുന്നത് നല്ല ക്ലാരിറ്റി ഉള്ളതായിരിക്കണം. അതായത് വളരെ സ്പെസിഫിക് ആയിരിക്കണം. ഉദാഹരണത്തിന്, നിങ്ങൾ സംസാരിക്കുന്നത് വളരെ നന്നായിട്ടുണ്ടെന്ന് പറയാം. അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതി എനിക്ക് വളരെ ഇഷ്ടമായി എന്ന് പറയാം. റിച്ചാർഡ് ബൂത്ത്മാൻ പറയുന്നത് ഒരു റിയൽ ആയിട്ടുള്ള കണക്ഷൻ സംഭവിക്കുന്നത് ഇമോഷൻസ് ഷെയർ ചെയ്യുമ്പോഴാണെന്നാണ്. ആദ്യത്തേത് പേഴ്സണൽ സ്റ്റോറീസ് ഷെയർ ചെയ്യുക എന്നതാണ്. നിങ്ങൾ ആദ്യം തുറന്ന് സംസാരിക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്കും അത് ചെയ്യാൻ തന്നെ തോന്നും. ഇത് ഒരു ഇമോഷണൽ ബോണ്ട് സൃഷ്ടിക്കുന്നു. ഉദാഹരണത്തിന്, നിങ്ങളുടെ വീക്കെൻഡ് എങ്ങനെയുണ്ടായിരുന്നു എന്ന് പറയുന്നതിന് മുൻപ് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. അടുത്തത്, നിങ്ങൾ എന്ന് പറയുന്നതിന് പകരം നമ്മൾ എന്ന് പറയാൻ ശ്രമിക്കുക. ഉദാഹരണത്തിന്, നിങ്ങൾ ഇതൊന്ന് ശ്രമിച്ചു നോക്കൂ എന്നതിന് പകരം നമുക്ക് ഇതൊന്ന് ശ്രമിച്ചു നോക്കാം എന്ന് പറയുന്നതാണ് നല്ലത്. ഇത് ഒരു സെൻസ് ഓഫ് യൂണിറ്റി വളരെ സറ്റിലായി ബിൽഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ അവരുടെ ഇമോഷണൽ സ്റ്റേറ്റുമായി മാച്ച് ചെയ്യാൻ പറ്റിയാൽ ബന്ധം ദൃഢമാകും. ഉദാഹരണത്തിന്, അവർ വളരെ സ്ട്രെസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ഒരു തമാശ പറഞ്ഞ് അവരുടെ മൂഡ് മാറ്റാൻ നോക്കരുത്. സമയമെടുത്ത് അവരെ റിലാക്സ് ആക്കുക. അതല്ല, അവർ ഹാപ്പി ആണെങ്കിൽ നമ്മൾ അവരുടെ എക്സൈറ്റ്മെൻറ്റിൽ ജോയിൻ ചെയ്യണം. പലപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങളാണ് മറ്റുള്ളവർക്ക് നമ്മളെ ഇഷ്ടപ്പെടാൻ കാരണമാകുന്നത്. നമുക്ക് നമ്മുടെ പേര് കേൾക്കുന്നത് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് നമ്മളൊരാളുമായി സംസാരിക്കുമ്പോൾ അവരുടെ പേര് വളരെ നാച്ചുറലായി കോൺവെർസേഷനിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് മുമ്പ് നടത്തിയ കോൺവെർസേഷൻ്റെ ഫോളോ അപ്പ്. ഉദാഹരണത്തിന്, കഴിഞ്ഞ ആഴ്ച നിങ്ങൾ പേരൻസിനെ മീറ്റ് ചെയ്യാൻ പോയിട്ട് എന്തായി? ഇതുപോലെ തന്നെ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന മറ്റൊരു കാര്യമാണ് മറ്റുള്ളവരുടെ മുമ്പിൽ വച്ച് അവർക്ക് കോംപ്ലിമെൻറ്റ് കൊടുക്കുക, ചോദിക്കാതെ തന്നെ സഹായം ചെയ്യുക എന്നിങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ വലിയ ബന്ധങ്ങൾ സൃഷ്ടിക്കും. ഇനി നിങ്ങൾ മറ്റൊരാളുമായി സംസാരിക്കുമ്പോൾ നിങ്ങൾ കഴിഞ്ഞ തവണ അവരെ കണ്ടപ്പോൾ സംസാരിച്ച ഒരു കാര്യത്തെപ്പറ്റി ചോദിക്കുക. എന്നിട്ട് അവരുടെ റിയാക്ഷൻ ശ്രദ്ധിക്കുക. ബൂത്ത്മാൻ ഇനി പറയുന്നത് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകളെ എങ്ങനെ ഡീൽ ചെയ്യണമെന്നാണ്. നമ്മൾ കണ്ടുമുട്ടുന്ന എല്ലാവരും ഫ്രണ്ട്ലിയും ഇൻട്രസ്റ്റിംഗുമായിട്ടുള്ള ആൾക്കാരായിരിക്കില്ല. ചിലർ വളരെ നെഗറ്റീവ് ആയിരിക്കും. വളരെ ബുദ്ധിമുട്ടായിരിക്കും അവരോട് സംസാരിക്കാൻ. തീരെ താല്പര്യം കാണിക്കുന്ന ടൈപ്പ് ആൾക്കാരായിരിക്കില്ല. അങ്ങനെയുള്ളവരോട് സംസാരിക്കാൻ 4 ടിപ്സ് അദ്ദേഹം ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ആദ്യത്തേത്, സ്റ്റേ കാം ആൻഡ് ഡോണ്ട് റിയാക്ട് ഇമോഷണലി. ഇങ്ങനെയുള്ള ആളുകൾക്ക് റിയാക്ഷനാണ് ആവശ്യം. അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ വളരെ കമ്പോസ്ഡ് ആയിട്ട് റിലാക്സ്ഡ് ആയിട്ട് ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഇമോഷണൽ വേണം നിൽക്കാൻ. പെട്ടെന്നുള്ളൊരു റിയാക്ഷൻ ബുദ്ധിമുട്ടുണ്ടാക്കും. അടുത്തത്, അവരുമായി എഗ്രി ചെയ്യാൻ എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിക്കുക എന്നാണ്. അവരുമായി ആർഗ്യുമെന്റിൽ ഏർപ്പെടുന്നതിന് മുൻ നിങ്ങൾക്ക് 2 പേർക്കും യോജിക്കാൻ പറ്റുന്ന എന്തെങ്കിലും കണ്ടുപിടിച്ച് അത് സംസാരിക്കുക. മൂന്നാമത്തേത്, ടെൻഷൻ ഒഴിവാക്കാൻ ഹ്യൂമർ ഉപയോഗിക്കുക എന്നാണ്. ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഹ്യൂമറിന് വലിയ പ്രാധാന്യമുണ്ട്. അത് ആ കോൺവെർസേഷൻ്റെ മൂഡിനെ തന്നെ മാറ്റിക്കളയും. 4ാമത്തെ ടിപ്പ്, കോംപ്ലിമെൻറ്റ് റീഡയറക്റ്റ് സ്ട്രാറ്റജി ആണ്. ഒരാൾ വളരെ റൂഡായിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത് എങ്കിൽ നിങ്ങൾ വളരെ ഡയറക്റ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത് എന്ന കാര്യം ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു, നമുക്കൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാം എന്ന് പറയുക. അടുത്ത തവണ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ആളെ നിങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ ഈ 4 ടെക്നിക്സ് ഉപയോഗിക്കുക. അടുത്തതായി, വ്യത്യസ്ത സാമൂഹിക സാഹചര്യങ്ങളിൽ എങ്ങനെ പെരുമാറണം എന്ന് അദ്ദേഹം പറയുന്നു. വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വ്യത്യസ്ത സമീപനങ്ങൾ ആവശ്യമാണ്. ഒരു ബിസിനസ് ഈവൻറ്റിൽ, ഒരു കാഷ്വൽ പാർട്ടിയിൽ, അല്ലെങ്കിൽ ഒരു 1-on-1 കോഫി ചാറ്റിൽ
നിങ്ങൾ ഇടപഴകുന്ന രീതി ഒന്നായിരിക്കണമെന്നില്ല. നമുക്ക് ബിസിനസ് ആൻഡ് നെറ്റ്വർക്കിംഗ് ഈവൻറ്റുകൾ എടുക്കാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ലക്ഷ്യം എന്താണെന്നുള്ളതാണ്. ഇവിടെ നമ്മൾ വാല്യുബിൾ ആയിട്ടുള്ള കണക്ഷനുകൾ സൃഷ്ടിക്കണം. അതുപോലെ തന്നെ അവർ നമ്മളെ ഓർത്തിരിക്കണം. ഇതിനായി ബൂത്ത്മാൻ പറയുന്ന ആദ്യ ട്രിക്ക് എന്നത് നേരത്തെ എത്തുക. ഒരു മുറി നിറയുന്നതിന് മുമ്പ് ആളുകളുമായി സംസാരിക്കാൻ എളുപ്പമാണ്. ആത്മവിശ്വാസത്തോടെ സ്വയം പരിചയപ്പെടുത്തുക. വളരെ കാഷ്വൽ ആയിട്ടുള്ള സ്മോൾ ടോക്സിൽ എൻഗേജ്ഡ് ആവുക. അതുപോലെ തന്നെ രസകരമായ ചോദ്യങ്ങൾ ചോദിക്കുക. ഉദാഹരണത്തിന്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നതിന് പകരം ഇപ്പോഴത്തെ നിങ്ങളുടെ ഏറ്റവും ആവേശകരമായ പ്രൊജക്റ്റ് എന്താണ് എന്ന് ചോദിക്കുക. അല്ലെങ്കിൽ മറ്റൊരു ഉദാഹരണം, ഈ ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രാവീണ്യം നേടാൻ കഴിഞ്ഞത് എന്ന് ചോദിക്കുക. ഒരു സംഭാഷണത്തിലേക്ക് കടക്കുന്നത് പോലെ തന്നെയാണ് സുഗമമായി പുറത്തു കടക്കുക എന്നതും. നിങ്ങൾക്ക് ഒരു ചാറ്റിൽ നിന്ന് പുറത്തു പോകണമെങ്കിൽ പറയുക, നിങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം, കീപ്പ് ഇൻ ടച്ച്. എന്നിട്ട് പറ്റുകയാണെങ്കിൽ കോണ്ടാക്ട് കൈമാറുക. അടുത്തത് സോഷ്യൽ ഗാദറിംഗ് അഥവാ പാർട്ടികളാണ്. ഇവിടുത്തെ പ്രധാന ലക്ഷ്യം സ്വാഭാവികമായി ഒത്തുചേരുക, മറ്റുള്ളവർ ആസ്വദിക്കുന്ന ഒരു വ്യക്തിയായി മാറുക എന്നതാണ്. ഇതിനായി ആദ്യം ചെയ്യേണ്ടത് ഒരു ഗ്രൂപ്പിൽ മാത്രം പറ്റി നിൽക്കരുത്. വ്യത്യസ്ത ആളുകളുമായി സംസാരിക്കുക. നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന ആരെങ്കിലും കാണുകയാണെങ്കിൽ അവരെ സംഭാഷണത്തിലേക്ക് ക്ഷണിക്കുക. ആ കാഷ്വൽ ഈവൻറ്റിൻ്റെ അല്ലെങ്കിൽ ആ പാർട്ടിയുടെ എനർജിക്കനുസരിച്ച് പ്രവർത്തിക്കുക. ഉദാഹരണത്തിന്, ഇത് വളരെ ശാന്തമായ ഒരു ഡിന്നർ ആണെങ്കിൽ വളരെ ഉച്ചത്തിൽ സംസാരിക്കാതിരിക്കുക. നിങ്ങൾ സ്മോൾ ടോക്കിൽ തുടങ്ങി വലിയ സംഭാഷണങ്ങളിലേക്ക് കടക്കുക. നല്ല കഥ പറയുന്നവരെ ആളുകളെന്നും ഓർത്തിരിക്കും. അടുത്തത് 1-on-1 കോൺവെർസേഷനുകളാണ്. ഇവിടെ നമ്മൾ അവരെ റെസ്പെക്റ്റ് ചെയ്യുകയും മനസ്സിലാക്കുകയും വേണം. അതിനായി നിങ്ങളുടെ പൂർണ്ണ ശ്രദ്ധ നിങ്ങൾ നൽകണം. ഫോൺ നോക്കരുത്, അല്ലെങ്കിൽ ആ മുറി സ്കാൻ ചെയ്യരുത്. എന്ന് വെച്ചാൽ ആ മുറിയുടെ അടിമുടി നോക്കരുത്. സംസാരിക്കുന്ന ആളോട് തന്നെ ശ്രദ്ധ പുലർത്തുക. അടുത്തത് അവരുടെ പേര് വളരെ സ്വാഭാവികമായി ഉപയോഗിക്കുക എന്നതാണ്. ഇത് സംഭാഷണങ്ങൾ കൂടുതൽ വ്യക്തിപരമാക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഫോളോ അപ്പ് ചോദ്യങ്ങൾ. എന്നാൽ ഫോളോ അപ്പ് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ വളരെ ചിന്തിച്ച് വേണം ചോദിക്കാൻ. ഇതൊരു യഥാർത്ഥ താല്പര്യത്തെ കാണിക്കുന്നു. അവർ പോസിറ്റീവ് ഇംപ്രഷൻ കൊടുക്കുക എന്നതാണ്. ഉദാഹരണത്തിന്, നിങ്ങൾ പോകുമ്പോൾ ഈ സംഭാഷണം ഞാൻ ശരിക്കും ആസ്വദിച്ചു, വീണ്ടും കാണാം എന്ന് പറയുക. അവസാന അധ്യായത്തിൽ റിച്ചാർഡ് ബൂത്ത്മാൻ പറയുന്നത് ഒരു നീണ്ട മതിപ്പ്, അതായത് ഒരു ലാസ്റ്റിംഗ് ഇംപ്രഷൻ എങ്ങനെ സൃഷ്ടിക്കാം എന്നതാണ്. ഒരു ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഇംപ്രഷൻ സൃഷ്ടിക്കാൻ ജെന്യൂൻ ആയിട്ടുള്ള കോംപ്ലിമെന്റ് വളരെയധികം സഹായിക്കും. ഉദാഹരണത്തിന്, നിങ്ങളുടെ ഹ്യൂമർ സെൻസ് ഞാൻ ഇഷ്ടപ്പെടുന്നു, ഇത് സംഭാഷണങ്ങൾ വളരെ രസകരമാക്കുന്നു. അടുത്തത് ഒരു എന്തൂസിയാസം കാണിക്കുക എന്നതാണ്. അവരുടെ താല്പര്യങ്ങളിൽ യഥാർത്ഥമായൊരു ജിജ്ഞാസ കാണിക്കുക. അടുത്തത് സ്ഥിരമായി പോസിറ്റീവായിരിക്കുക. അവസാനമായി ചെയ്യേണ്ടത് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക. നിങ്ങളൊരു രസകരമായ വ്യക്തിയെ കണ്ടുമുട്ടിയാൽ അടുത്ത ദിവസം അവർക്ക് ഒരു മെസ്സേജ് അയയ്ക്കുക. ഇത് ബന്ധം തുടരാൻ സഹായിക്കും. ഈ പുസ്തകത്തിലെ പ്രധാന ആശയങ്ങൾ ഒന്നുകൂടെ പറയാം. നിക്കോളാസ് ബൂത്ത്മാൻ പറയുന്നത് ഒരാളെ ഇഷ്ടപ്പെടാനോ വിശ്വാസം നേടാനോ നമുക്ക് 90 സെക്കൻഡ് മാത്രമേ സമയമുള്ളൂ എന്നാണ്. ഈ സമയത്തിനുള്ളിൽ തന്നെ ആളുകൾ നമ്മളെക്കുറിച്ചൊരഭിപ്രായം രൂപീകരിക്കുന്നു. അതുകൊണ്ട് ആദ്യം തന്നെ ഒരു നല്ല ഇംപ്രഷൻ ഉണ്ടാക്കണം. അതിനായി നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിക്കണം. ആദ്യത്തേത് മുഖഭാവമാണ്. ഒരു സ്മൈൽ അഥവാ പുഞ്ചിരി എല്ലാം മാറ്റും. ഇത് നിങ്ങളെ സൗഹൃദപരമായി കാണിക്കും. എപ്പോഴും ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്യുക. അടുത്തത് ഓപ്പൺ ആയിട്ടുള്ള ഒരു ബോഡി ലാംഗ്വേജ് കീപ്പ് ചെയ്യുക. ഉദാഹരണത്തിന്, കൈകൾ തുറന്നിരിക്കുക. ഇത് നിങ്ങളെ അഭിമുഖീകരിക്കുവാൻ എളുപ്പമുള്ളൊരു വ്യക്തിയാക്കി തീർക്കും. അതുപോലെ തന്നെ ചോദ്യങ്ങൾ ചോദിക്കുക. നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നതിന് പകരം നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോബി എന്താണ് പോലുള്ള ഓപ്പൺ എൻഡഡ് ചോദ്യങ്ങൾ ചോദിക്കുക. ഇത് സംഭാഷണം തുടരാൻ സഹായിക്കും. അതുപോലെ തന്നെ മറ്റേയാൾ പറയുന്നതിൽ താല്പര്യം കാണിക്കുക. ശ്രദ്ധാപൂർവം കേൾക്കുക. ഇത് അവരെ പ്രധാനപ്പെട്ടതായി തോന്നിക്കും. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക്നിക്കാണ് മിറർ ടെക്നിക് അഥവാ മിററിംഗ്. മറ്റേയാളുടെ ബോഡി ലാംഗ്വേജും സംസാര ശൈലിയും അനുകരിക്കുക. ഉദാഹരണത്തിന്, അവർ സാവധാനം സംസാരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളും സാവധാനം സംസാരിക്കുക. ഇത് ഒരു സ്വാഭാവിക ബന്ധം സൃഷ്ടിക്കും. അടുത്തത് പൊതുവായ താല്പര്യങ്ങൾ കണ്ടെത്തുക എന്നതാണ്. സംഭാഷണത്തിൽ ഒരു പൊതു വിഷയം കണ്ടെത്തുക. ഇത് ബന്ധം ശക്തിപ്പെടുത്തും. ഉദാഹരണത്തിന്, നിങ്ങൾക്കും എനിക്കും ഒരേ സിനിമ ഇഷ്ടമാണോ എന്ന് ചോദിക്കുക. അടുത്തത് പോസിറ്റീവ് എനർജിയാണ്. ആളുകൾ പോസിറ്റീവ് എനർജിയുള്ള ആളുകളെ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് സംഭാഷണങ്ങളിൽ ഉത്സാഹം കാണിക്കുക. ഇത് നിങ്ങളെ ഓർമ്മിക്കപ്പെടാനും സഹായിക്കും. അടുത്തത് ഈ ട്രിക്കുകളെല്ലാം പ്രാക്ടീസ് ചെയ്യുക എന്നതാണ്. എല്ലാ ദിവസവും ചെറിയ സംഭാഷണങ്ങളിൽ ഇവ പരീക്ഷിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ശബ്ദം തന്നെ റെക്കോർഡ് ചെയ്ത് കേൾക്കാവുന്നതാണ്. ഇത്രയുമാണ് ഈ പുസ്തകത്തിലെ ടിപ്സ്.
ഇത് ഞാൻ നിങ്ങൾക്ക് ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പുസ്തകമാണ്. ഇത് നെറ്റ്വർക്കിംഗ്, ജോലി, സൗഹൃദം എന്നിവയ്ക്കൊക്കെ ഉപയോഗപ്പെടും. നിക്കോളാസ് ബൂത്ത്മാന്റെ ഹൗ ടു മേക്ക് പീപ്പിൾ ലൈക്ക് യു ഇൻ 90 സെക്കൻഡ്സ് ഓർ ലെസ് എന്ന പുസ്തകത്തിന്റെ സമ്മറി ആൻഡ് അനാലിസിസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഈ ചാനലിലെ മറ്റു പുസ്തകങ്ങളുടെ അനാലിസിസ് ആൻഡ് സമ്മറി വീഡിയോ കാണുക. നന്ദി.